ഫറൂഖ് കോളേജ് സാധാരണഗതിയിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് രേഖയിലുണ്ടെങ്കിൽ മറ്റേ കോളേജിന് ഇത് വിൽക്കാൻ കഴിയില്ലായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കുമല്ലോ അത് അവർ വിറ്റിരിക്കുന്നതും അവിടെയുള്ള ആളുകൾ ഇത് വാങ്ങിച്ചിട്ടുള്ളതും. അതെ, മുസ്ലിം ലീഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോളേജാണ് ഇത്. ഈ മുസ്ലിം ലീഗിൻ്റെ കുറേ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് മെത്രാന്മാരെയൊക്കെ കണ്ടിരുന്നു, ആർച്ച് ബിഷപ്പിനെയൊക്കെ കണ്ടു പോയതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് എന്തോ പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ ഇതിലെ ഈ മൊത്തം ഈ മുനമ്പം പ്രക്ഷോഭത്തിലെ നിലപാടിനെ പറ്റി എന്താണ് റോയി കാണുന്നത്? എങ്ങനെയാണ്? ഞങ്ങളവിടെ ഇതിനെക്കുറിച്ച് പല വിധത്തിൽ ചർച്ചകൾ നടത്തിയതാണ്. അവിടെ മുസ്ലിം ലീഗ് അരമനയിൽ വന്ന് സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണ് സംസാരിച്ചതെന്നുള്ളത് അന്ന് പുറത്തിറങ്ങിയ വാർത്തകളിൽ വളരെ കാര്യമായിട്ട് രമ്യമായിട്ട് പരിഹരിക്കണമെന്നാണ്. എങ്ങനെയാണ് ഈ രമ്യമായിട്ട് പരിഹരിക്കണമെന്ന് ഇതാണ്. ഒരു മുസ്ലിം സംഘടനയും ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അൻവറിൻ്റെ വാദവും അതിനോട് ഒപ്പം ചേർത്ത് വായിക്കണം. അൻവർ അന്ന് പറഞ്ഞത് എല്ലാ മുസ്ലിം സംഘടനകളും വഖഫ് ആണെന്ന് പറഞ്ഞ മുസ്ലിം നേതാക്കളൊക്കെ ഉണ്ട്. ഇ ടി മുഹമ്മദ് ബഷീർ, ലീഗ്, KM ഷാജി ആണെന്ന് അവർ പറയുന്നത്. വഖഫ് അല്ല എന്ന് അവർ പറയുന്നില്ല. അന്ന് പറയില്ല അവര്. അത് പറയുന്നില്ല. അത് ഷാജിയുടെ പ്രസ്താവനയെ കണ്ട് സംസാരിക്കുന്ന കേട്ടാൽ ഇത് വഖഫ് ആണ് കേട്ടോ, പക്ഷെ നിങ്ങളവിടെ താമസിച്ചോ എന്ന് പറയുന്ന മട്ടിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതാണ്. അതായത് തുറന്ന ജയിലിൽ നമ്മളിപ്പോൾ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിനം ഇതിൻ്റെ പ്രധാന എന്താണെങ്കിൽ കഴിഞ്ഞ ജനുവരി 22 മുമ്പ് 3 വർഷം ഈ തുറന്ന ജയിലിൽ കിടക്കുന്നത്. ആ ഒരു ചോദ്യം ഞങ്ങൾ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. അന്ന് കമ്മീഷൻ ജനുവരി 4 കമ്മീഷൻ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞാണ് ഇതൊരു കോടതിയും വഖഫ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനാണ് ഇപ്പോൾ ഇന്നലെയും മിനിയാന്നുമായി കോടതികളിൽ വന്ന വാർത്തകളിൽ അദ്ദേഹം ബയസ്ഡ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് പോയിരിക്കുന്നത്. പിന്നെ അന്ന് കമ്മീഷൻ നിശ്ചയിച്ചപ്പോൾ തന്നെ ഞാനടക്കമുള്ള കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് കമ്മീഷനെതിരെ കൂടുതൽ മുദ്രാവാക്യം വിളിക്കുകയും പന്തം കൊളുത്തുകയും ചെയ്തതിൽ ഒരു വ്യക്തി ഞാനാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ചെയ്തതാണ്. അന്നൊരു ഇതുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഈ സമരം നിർത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. അന്ന് സമരം നിർത്തിയിരുന്നെങ്കിൽ മുനമ്പംകാർ ഈ കേരള ജനതയോട് ചെയ്യുന്ന വലിയ അപരാധമായിട്ട് തോന്നും. എന്നുണ്ടെങ്കിൽ നീതിബോധമുള്ള ഏതൊരു മനുഷ്യനും ഈ മുനമ്പത്തെ സമരത്തിനോട് യോജിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.